പോസിറ്റീവ് ആയതോടുകൂടി ഞാൻ നാളെ ഇനിയും 5 മണിക്കായിരിക്കും നമ്മുടെ മീറ്റിംഗ്. ഓൺലൈനിൽ ചേരും. ഏതെങ്കിലും തരത്തിലുള്ള ഇപ്പം നമ്മൾ ട്രാക്കിലായിട്ടുണ്ട് എല്ലാം. നമ്മുടെ പ്രസൻറ്റേഷനൊക്കെ വളരെ പക്കയായി ഇതാണ് നമ്മുടെ ഓരോ ദിവസത്തെ രാവിലെ മുതൽ ഓരോ 25 കമ്മിറ്റികളുണ്ടല്ലോ, ആ 25 കമ്മിറ്റികളും നടത്തുന്ന പ്രവർത്തനങ്ങൾ ഡെയിലി സമ്മറി മുതൽ, അതോടൊപ്പം ആദ്യത്തെ പേജ് ഞാൻ കാണിക്കാം, കോണ്ടാക്ട് ട്രേസിംഗ് ആൻഡ് കോണ്ടാക്ട് ലിസ്റ്റ് മാനേജ്മെൻറ്റ്, അതിലെല്ലാം ഉണ്ട്. ഹെൽത്ത് കെയർ വർക്കേഴ്സ്, കമ്മ്യൂണിറ്റിയിലുള്ളവർ, ടോട്ടൽ, അങ്ങനെ കൃത്യമായൊരു ട്രാക്കിൽ നമ്മൾ ആയിക്കഴിഞ്ഞു. അപ്പോൾ ടീം മലപ്പുറം നന്നായിട്ടിപ്പോൾ അതിൽ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ സാമ്പിൾ മാനേജ്മെൻ്റ് ആണ്. ആ സാമ്പിൾ മാനേജ്മെൻറ്റിൽ തന്നെ ഹൈ റിസ്കിലുള്ളവർ എത്രയാണ്, ആരാണ്, പിന്നെ ഹൈ റിസ്ക് തന്നെ എങ്ങനെയാണ് കോണ്ടാക്ട്, ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണോ, ട്യൂഷൻ സെൻറ്ററിലുള്ള ആളാണോ, അതല്ല ബന്ധുവാണോ, അങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസ്, പിന്നെ IP അഡ്മിഷൻ, അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മളതിൻ്റെ സൂക്ഷ്മമായ അംശത്തിൽ തന്നെ എടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെയും അതുപോലെ പോലീസിൻ്റെ ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവിയുടെയും എല്ലാ സഹകരണം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ജില്ലയിലെ ജനപ്രതിനിധികൾ, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, MP മാർ, MLA മാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, നമ്മുടെ പഞ്ചായത്തിലെ പ്രസിഡന്റുമാർ വരെ, അവരെല്ലാം ഇപ്പോൾ ഈ നമ്മുടെ സർവേക്ക് പോകുന്ന ടീം അംഗങ്ങൾക്ക് സ്കൂൾ ബസ് ഏർപ്പെടുത്തി കൊടുത്തു. അങ്ങനെ എല്ലാ എന്താണ് കൈകോർത്ത് പിടിച്ചുകൊണ്ടാണ് മലപ്പുറം ഇതിനെ നേരിടുന്നത്. ജനങ്ങൾ ആ ഒരു ചങ്ങലയിലുണ്ട് പ്രതിരോധത്തിൻ്റെ. അത് തീർച്ചയായിട്ടും വളരെ നന്ദിയോടുകൂടി ഓർക്കുന്നു. മാധ്യമ പ്രവർത്തകർ, ഞാൻ കഴിഞ്ഞ രാവിലെയും പറഞ്ഞിരുന്നു, ഭൂരിപക്ഷ മാധ്യമങ്ങൾ അതിൽ ആശങ്കപ്പെടേണ്ട, പലരും പറയുന്നുണ്ട് ആശങ്കപ്പെടേണ്ട എന്ന് ആവർത്തിച്ച് പറയുന്നത്. അതെന്ത് ജനങ്ങൾക്ക് നൽകുന്ന ഒരു ആശ്വാസം വളരെ വലുതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒന്നിച്ച് ഇതിനെ നേരിടും. നല്ല ട്രാക്കിലായി മലപ്പുറം മുന്നോട്ട് പോകുന്നു. DHS ഇവിടെ ഉണ്ടാവും. DHS ഡോക്ടർ റീന, അഡീഷണൽ DHS ഡോക്ടർ നന്ദകുമാർ, അദ്ദേഹം മലപ്പുറം സുപരിചിതനാണ്, മലപ്പുറംകാരനാണ്, ഡോക്ടർ റീത്ത. അപ്പോൾ പിന്നെ DMO, DPM ഇവരെല്ലാവരും ഉണ്ട്, കളക്ടർക്കും ജില്ലാ പോലീസ് മേധാവിക്കും ഒപ്പം. താങ്ക് യു. നാളെ 5 മണിക്ക് ഞാൻ ഓൺലൈനായി ചെയ്ത് നമുക്ക് അതിനുശേഷം ഇതും ഉണ്ടാവും. ഇല്ല, ഇത് നോർമലായിട്ടുള്ളതാണ് എന്നുള്ളതാണ് പറഞ്ഞത് ഈ ഒരു ഘട്ടത്തിൽ. പിന്നെ വൈറൽ ഫീവർ അല്ലാതെയുള്ള ജലദോഷം ഒക്കെയാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ സാമ്പിൾ പരിശോധിക്കും ഈ മേഖലയിലെ. താങ്ക് യു. പറയാം. അതായത് 18,055 വീടുകളാണ് നമ്മൾ സന്ദർശിച്ചത്. അപ്പോൾ